ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ പറയുന്നതാണ് ഇത് സ്പൂഫ് സിനിമയാണ്. ഇത് സ്പൂഫല്ല, ഇതിനെയാണ് വിളിക്കുന്നത് ബ്രെയിൻ റോട്ട്. ഹായ് പീപ്പിൾ, ദിസ് ഇസ് വാട്ട് ബാറ്റ്. ഭയഭക്തി ബഹുമാനം. ലേറ്റ് ആയെന്നറിയാം, കാരണം ഇത് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് യൂട്യൂബില്ലായിരുന്നു, റിവ്യൂസ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് പങ്കിടുവാണ്. മലയാള സിനിമയ്ക്ക് എന്താ അറിയില്ല, മര്യാദയ്ക്ക് സ്പൂഫ് സിനിമ എടുക്കാൻ അറിയില്ല. എൻ്റെ ഓർമ്മയിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ട് എടുത്ത ഒരൊറ്റ സ്പൂഫ് സിനിമ ചിറകൊടിഞ്ഞ വിനാക്കളായിരുന്നു. അതുവരെ പക്ഷെ അവസാനം ഒരു ഇമോഷണൽ ട്രാക്കൊക്കെ അവർ കൊണ്ടുവന്നു. ഈ സിനിമ കാണാൻ പോകാനുള്ള മെയിൻ കാരണം മോഹൻലാലായിരുന്നു. ഈ സിനിമ ഇത്രയും വെറുക്കാൻ കാരണം മോഹൻലാൽ തന്നെയാണ്. ഞാൻ മോഹൻലാൽ ഫാൻസിനോടാണ് പറയുന്നത്, ഇതിനകത്ത് മോഹൻലാൽ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ട് കൈയടിക്കുകയാണെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ ഒരു കേരള ബാലയായി മാറ്റും. സത്യം പറയാലോ, ആറാട്ടിൽ മോഹൻലാലിനെ ഇതിനേക്കാൾ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് ചളിയുണ്ട്, ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള കോമഡികളുണ്ട്. പക്ഷെ എന്നാലും വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ദിലീപും ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ചത്. ആ ഒരു രീതി തന്നെ ഇത് ഭ്രാന്തന്റെ കഥയായി തന്നെ പോയിരുന്നെങ്കിൽ ഇത് സത്യം പറയാലോ അടിപൊളിയായതാണ്. പകരം ഇതിനകത്ത് മൊത്തം റെഫറൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതില്ലാത്ത റെഫറൻസ് ഇല്ല. വിജയ് റെഫറൻസ്, ദിലീപിന്റെ സിനിമകളുടെ റെഫറൻസ്, മോഹൻലാൽ സിനിമകളുടെ റെഫറൻസ്, എന്തിന് അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് റെഫറൻസ് വരെയുണ്ട്. സെക്കൻഡ് ഹാഫിലുള്ള ഫ്ലാഷ് ബാക്ക് ആയതോടെ ആ ഒരു സിനിമയുടെ സ്പൂഫ് എന്ന നേച്ചർ മാറി പടം കുറച്ച് സീരിയസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് സിനിമ പരാജയപ്പെട്ടത്. ഫുൾ ഓൺ സ്പൂഫ് ആക്കിയാൽ എന്താണ് കുഴപ്പം? ഒരു സിനിമ ഫുൾ ഓൺ സ്പൂഫായിട്ട് എടുത്താൽ എന്താണ് കുഴപ്പം? പടത്തിന്റെ തുടക്കത്തിൽ കുറെ പിള്ളേരുടെ സീനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് പിന്നെ മഹാ ബോറായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിന്റെ പോസിറ്റീവ് ആൾക്കാർ പറയുന്നത് പല പല സിനിമകളുടെ റെഫറൻസ് മാത്രമാണ്, ഈ സിനിമേൻ്റെതായ ഒന്നും തന്നെയില്ല. പിന്നെ ഇപ്പൊ ട്രോളായ മോഹൻലാലിന്റെ കാട്ടിലെ ഫൈറ്റ്. മോഹൻലാലിന് ഗോപാലിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീന് മാത്രം അഭിനയിച്ചിട്ട് പോയാൽ പോരെ. ഇതിനാണ് പിന്നെ ക്ലൈമാക്സിലും പിന്നെ ടെയിലെൻഡിലും പിന്നെ ഒരു പാർട്ട് 2 ഇനിയിപ്പോൾ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 2025 മോഹൻലാലിന്റെ കംബാക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് 2025 തീരുമ്പോഴത്തേക്കും രണ്ട് നല്ല അടിപൊളി സിനിമയും ചെയ്ത് ഗോ ബാക്ക് അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ദൃശ്യം 3 2026 കംബാക്ക് പ്രതീക്ഷിക്കുന്നു. ദിലീപിന്റെ 3ാമത്തെ കംബാക്കും ഈ വർഷം പ്രതീക്ഷിക്കുന്നു.